അപ്പോൾ ഈ മനുഷ്യനെ ആത്മഹത്യ ചെയ്തോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ പോലീസിൻ്റെ അടുത്ത് അതാ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഓരോ ന്യൂസ് കാണുമ്പോഴും കേരള പോലീസിൻ്റെ ഓരോ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോഴും ഞാൻ എന്താ കാണാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഞാൻ ആരോടാ പറയേണ്ടത്? ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പം ആരടുത്ത് ഇങ്ങനത്തെ ഒരു ദ്രോഹം ചെയ്യരുത്, എന്തിൻ്റെ പേരിലാണെങ്കിലും എന്ന് പറയാനുള്ളൂ. അത് ചെയ്തത് അവർക്ക് കിട്ടിക്കോളൂ. കാരണം എൻ്റെ കൂടെ ദൈവം മാത്രമേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സത്യാവസ്ഥകൾ വ്യക്തമായിട്ട് പിന്നെ എല്ലാ മലയാളികളോടും പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഈ വ്യവസ്ഥിതി അതിനെ അനുവദിക്കുന്നില്ല. നമ്മളെ ചതിച്ചത് ആരെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ലോകത്ത്. അത് പറഞ്ഞാൽ അത് ചോദിച്ച നിങ്ങളും പറഞ്ഞ നമ്മളും പ്രതികളാണെന്നൊരു എന്തെങ്കിലുമൊക്കെ അത് പറയോ? തീർച്ചയായും ഞങ്ങൾ ജീവിക്കുന്നതിനല്ലേ. അത് തെളിയിച്ചിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം അതല്ലേ ഞാൻ പറഞ്ഞ ചാകരയായിരിക്കും നിങ്ങൾക്കെന്ന്. അല്ല, ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടതാ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യേണ്ട അതുപോലെ സിറ്റുവേഷൻ കൂടെ ഞങ്ങൾക്ക് പകരം ഇപ്പം ചിരിച്ച് കളിച്ച് ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾക്ക് ചില സമയത്ത് എന്താ പറയുക, എത്രയോ ദിവസങ്ങളിൽ ചേട്ടനൊക്കെ ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങിയ ദിവസങ്ങളുണ്ട്. മനസ്സിലായില്ലേ? കാരണം അതുപോലെ അനുഭവിച്ചത് ചെറിയ കാര്യങ്ങളല്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും ടാബ്ലറ്റ് കഴിച്ച് ഉറങ്ങി ഇങ്ങനെ പറയുമ്പോൾ ചിരിച്ച് കളിച്ചൊക്കെ ഞങ്ങൾ പറയാം. പക്ഷേ ഒരാളും അനുഭവിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ അനുഭവിച്ചത്. വേറെ ഒരു കേസിൽ വന്ന ഒരാളും ഇത്രയും അനുഭവിച്ചിട്ടുണ്ടാവില്ല. കേൾക്കുന്നവരൊക്കെ ഞെട്ടിപ്പോവുക.